ഹായ് ഹലോ ദിസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ തന്നെ തക്കുമോന് കാലുവേദനയാണ്. ഇന്നലെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആവാം. ഒരു മിഠായിയൊക്കെ കഴിച്ചപ്പോൾ ആളുടെ വേദന മാറി. ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായക്ക് ഇഡ്ഡലിയും സാമ്പാറും വടയും ചമ്മന്തിയും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റവ കേസരി കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു വന്ന് കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവരും റെഡിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും നേരത്തെ തന്നെ റെഡി ആയിട്ട് താഴോട്ടേക്ക് പോയി. താഴെയാണ് കല്യാണ മണ്ഡപമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വെച്ച് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അങ്ങനെ നമ്മൾ റെഡിയായി താഴെ എത്തിയ സമയത്ത് അധിക പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കല്യാണ പെണ്ണിൻ്റെ അനിയൻ. ഇതാ അവരുടെ ഡ്രസ് കോഡാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് മണ്ഡപവും കാര്യങ്ങളൊക്കെ. എല്ലാവരും എത്തിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ വന്നേ ഉള്ളൂ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തിരുമേനി അവിടെ എന്തൊക്കെയോ പൂജയ്ക്കുള്ള സെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ഫ്രണ്ടിൽ തന്നെ സ്ഥലം പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കല്യാണ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 10 മണിക്കും 10:40 ഇടയ്ക്കാണ് മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്ക് തന്നെ എല്ലാവരും വന്നു തുടങ്ങി. അതിനുശേഷം നമ്മുടെ കല്യാണ പെണ്ണും വന്നിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം കല്യാണമൊക്കെ സൂപ്പറായിട്ട് തന്നെ കഴിഞ്ഞു. നമുക്ക് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ മഞ്ഞളും അരിയും കൂടി ചേർത്ത ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും എന്താണെന്ന് അറിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിന് നമ്മളെ ഇവിടത്തേക്കാട്ടും ഒരുപാട് വ്യത്യാസത്തിലായിരുന്നു അവിടെ ആ ഒരു കല്യാണ സദ്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ എന്തോ ചപ്പാത്തി പോലെ ഒരു സംഭവമാണ് തന്നത്, അതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ പൂരി, അതിനുള്ള കറി, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിരുന്നു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമുക്കൊരു തേങ്ങയും വെറ്റിലയും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ചടങ്ങിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ട്രെയിനിൻ്റെ ടൈം 8 മണിക്കാണ്. അത് കുറച്ച് പേര് ഇന്ന് പോകും, കുറച്ച് പേര് നാളെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇറങ്ങാൻ നേരത്തെ തിരക്ക് പിടിച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ട്രെയിനിൽ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾക്ക് സീറ്റൊക്കെ കിട്ടി. തക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് ഓരോ പോകികളിലായിട്ട് നടന്ന് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കൂടി കിട്ടി. ഫാമിലിയെ നമ്മൾ കല്യാണ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി റിലേറ്റീവ്സിനെയൊക്കെ കണ്ട് തിരിച്ച് നമ്മുടെ സീറ്റിൽ തന്നെ വന്നിരുന്നു. രാവിലെ ആയപ്പോഴേക്ക് പിന്നെ തക്കുമോനും ഏട്ടനും ചായയൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. ഞാനും ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രെയിനിൽ വെച്ചൊരു ഫാമിലിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉമ്മയും അവരുടെ മകനെയും ഭാര്യയൊക്കെയാണ്. അവർ കോഴിക്കോട് തന്നെയാണെന്ന് പറഞ്ഞു, കൊടുവള്ളിക്ക്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. തക്കുമോനാണ് ഫ്രണ്ടിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ബാഗും ക്യാമറയൊക്കെ ആയതുകൊണ്ട് തന്നെ തക്കുമോനൊരു കുട്ടി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ബാംഗ്ലൂരും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി ഇതുപോലെ എല്ലാവരും കാണണമെങ്കിൽ അടുത്തൊരു ഫംഗ്ഷൻ വരണം. അങ്ങനെ അവസാനമായിട്ട് എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് പോരുകയാണ്. നമ്മളുടെ ബൈക്ക് അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം കൂടി കണ്ടു. ഒരു സ്ത്രീയെ പോലീസുകാരെല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് പോണത്. അതെന്തോ ഒരു ടിക്കറ്റ് കേസാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കത് നോക്കി നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വേഗം പോന്നു. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കണേ. ബായ്.